നമ്മുടെ മെഡിക്കൽ ക്യാമ്പാണ്. അതെ. ഗ്രാൻഡ് മാജിക്കൽ സർക്കസിലെ ഈ ടെന്റില് ഇന്ന് മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ്. അതെ. മെഡിക്കൽ ക്യാമ്പിനായിട്ട് എത്ര പേരാ വന്നിരിക്കുന്നതെന്ന് നോക്ക്. ഇന്ന് ഡോക്ടർ വരുമ്പോ ശരിക്കും എനിക്കും ഒന്ന് കാണിക്കണം. എനിക്കും ചില കാര്യങ്ങളൊക്കെ എക്സൈറ്റഡ് ആണ്. കാരണം ആദ്യമായിട്ടാണ് നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ? അതെ അതെ. അത് മാത്രമല്ല സർക്കസിലെ മുഴുവൻ ആർട്ടിസ്റ്റുകൾക്കും ഇന്ന് ഫ്രീ ആയിട്ട് പരിശോധിക്കാനും പറ്റും. അപ്പൊ നമ്മളെല്ലാവരും നല്ല ത്രില്ലിലാണ്. ഡോക്ടർമാർ ഒരുപാട് പേര് വരുന്നുണ്ട് അല്ലേ? അതെ അതെ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഡോക്ടർ കുറെ വൈകിപ്പോയി. ഡോക്ടർ കുറെ വൈകിപ്പോയി. എന്ത് പറ്റിയത്? ലേറ്റ് ആയത് മറ്റൊന്നുമല്ല, ഞാൻ രാവിലെ നേരത്തെ ഇറങ്ങിയതാണ്. പെട്ടെന്ന് നോക്കുമ്പോഴാണ് കാറിന്റെ ചില്ലില് ഫ്രണ്ട് ഗ്ലാസ്സില് ഒരു മുറ്റത്ത് നിന്ന പ്ലാവിൽ ഒരു ചക്ക വീണ് തവിട് പൊടിയായി പോയി. അയ്യോ, പിന്നെന്ത് ചെയ്തു? പിന്നെ ഞാൻ ആ പ്ലാവ് വെട്ടിക്കളഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഡോക്ടർ അങ്ങനെ ചെയ്യാമോ? ഈ കാലഘട്ടത്തിലൊക്കെ ഒരു മരം പോയാൽ മൊത്തം പോയില്ലേ? അങ്ങനെ മരം മുറിക്കാൻ പാടില്ല ഡോക്ടറെ. അതെന്താ മരം മുറിച്ചാൽ എന്താ കുഴപ്പം? മരം മുറിക്കാൻ പാടില്ല. ഇപ്പോ മരത്തിനും നമ്മളെ പോലെ ഒരു ജീവനുള്ളതല്ലേ, അത് വേദന എടുക്കില്ലേ ഡോക്ടർ? വേദന എടുക്കും. ഭയങ്കര വിഷമമായി പോയി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ആ പ്ലാവ് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് അതിന്റെ തുമ്പിന് പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് വളച്ച് കുനിച്ചങ്ങോട്ട് നിർത്തിയിട്ട് അതിന്റെ നട്ടലിന് ഞാൻ അനസ്തേഷ്യ എടുത്തിട്ട് ഞാൻ മരം മുറിക്കാം. അപ്പൊ അതിന് വേദന എടുക്കത്തില്ലല്ലോ. ഉപദേശം വന്നിരിക്കുന്നു. അകത്ത് ആൾക്കാരുണ്ട്. ഞാനൊന്ന് അല്ലല്ല ഡോക്ടർ, ഒരു കാര്യം, കുറെ കാര്യങ്ങൾ നമുക്ക് രണ്ടുപേർക്കും കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ മാജിക് ഒക്കെ ചെയ്യാൻ പോകുമ്പോഴേ ഈ പഴയതുപോലെ ഒരു ഓഡിയൻസിന് ഒരു റെസ്പോൺസ് ഒന്നും ഇല്ല. അത് പരിപാടിയുടെ കോണം അല്ല, അങ്ങനെയല്ല. എത്ര നല്ല പരിപാടി അവതരിപ്പിച്ചാലും ഓഡിയൻസ് ഒരു ഇത് കിട്ടുന്നില്ല. അതാ പറഞ്ഞതാ, നല്ല പരിപാടി ആയാലല്ലേ അതുപോലെ അവര് ഇത് കിട്ടത്തുള്ളൂ. ഡോക്ടർ അതല്ലാന്ന്, ഈ അവരിങ്ങനെ കുറ്റം പറയുമ്പോഴേ എനിക്കൊന്നും അങ്ങോട്ട് തിരിച്ചു പറയാൻ പറ്റുന്നില്ല. എന്താണാവോ ഇപ്പോ? തിരിച്ചു പറയാൻ പറ്റുന്നില്ല? ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇല്ല. മിണ്ടാൻ കഴിയുന്നില്ല. ഇല്ല. അടുത്തു വരൂ. വായം തുറക്കൂ. നാക്ക് നീട്ടു. ഇത് നാക്ക് നീട്ടു. ഇത് നാക്ക് തന്നല്ലേ? അതെ. അല്ലാതെ ഒതളങ്ങിയൊന്നും അല്ലല്ലോ. തനിക്കെന്താണോ പറഞ്ഞാല്? വാ പറഞ്ഞ നാക്ക് നീട്ടി കൂടെ കാര്യം പറയണോ? ഈ നീളത്തിലുള്ള നാക്കും വെച്ചോണ്ട് ഒന്നും മിണ്ടാൻ പറ്റത്തില്ലെന്ന്. എന്നാ സൈസൊക്കെ ഇത്? ഈ മാജിക് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. മാജിക് ചെയ്യും. എന്ത് മാജിക്കാണ്? എല്ലാ മാജിക്കും ചെയ്യും, പ്രത്യേകിച്ച് ക്ലോസപ്പ്. ക്ലോസപ്പ് അതാണ് കുഴപ്പം. അത് ചെയ്യരുത്, അത് ചെയ്യരുത്. വായം തുറന്നേ. നല്ല ഉമിക്കരിയോ മാവലയോ ഇട്ട് തേക്കുന്നതാണ് നല്ലത്. ക്ലോസപ്പ് ചെയ്യരുത് കേട്ടോ. അതാണ് ഈ കുഴപ്പമില്ല. ഇതെല്ലാം കാരണം. ഡോക്ടർ, എനിക്ക് പിന്നെ ഈ പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കും തലവേദനയാണ്. ഭയങ്കര തലവേദനയാണ്. ശക്തമായ തലവേദനയുണ്ട്. ഇത് തന്നെയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ, അതായത് ഈ സർക്കസ് കമ്പനിയുടെ മുതലാളിയും പറഞ്ഞത്. നിങ്ങളെ കൊണ്ട് പരിപാടി കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര തലവേദനയും പെരുപ്പുമാണ്. അതല്ല, എനിക്ക് ഈ പ്രോഗ്രാമിന്റെ ഷൂട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തലവേദന വരുന്നു. നല്ല തലവേദന വരുന്നില്ലേ? അത് സൂക്ഷിക്കണം. ഞാനൊരു മരുന്ന് എഴുതി തരാം. ഇതാ കഴിച്ചാൽ മതി കേട്ടോ. ഒരു ഗുളികയുണ്ട്, ഒരു തുള്ളി മരുന്ന്. നന്നായിട്ട് തുള്ളിയതിനു ശേഷം അതെടുത്ത് കഴിക്കുക. എന്നാ ഞാൻ പോയിട്ട് വരാം. ഓക്കെ. ഡോക്ടറെ പേര് പറഞ്ഞില്ല. എന്റെ പേര് അൽ സുകുമാരൻ. അൽ സുകുമാരൻ അറബി ഫാമിലിയാണോ? അല്ലല്ല. പിന്നെ അൽ സുകുമാരൻ എന്നൊക്കെ പേര്? അള്ള സുകുമാരനായിരുന്നു. അത് ഞാൻ തന്നെ അൽ സുകുമാരൻ ആക്കിയതാണ്. ഓ, അത് ശരി. എന്നാ പിന്നെ ഞാൻ നിൽക്കത്തില്ല. അല്ല ഡോക്ടർ പോരുത്. ഇതിപ്പോ ഡോക്ടർ ഇവിടെ നിന്നാണ് പേഷ്യൻസിനെയൊക്കെ നോക്കേണ്ടത്. ഇത് നമ്മുടെ ഇന്നത്തെ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ആരാണെന്ന് അറിയാമോ? ആരാണ്? ശ്രുതയുടെ അമ്മാവൻ. എന്റെ അങ്കിൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു IPS ഓഫീസറാണ്. ഞാൻ വിളിക്കട്ടെ? ഹായ്, നമസ്കാരം. നമസ്കാരം. സുഖല്ലേ? ഹായ് മോളു. അങ്കിൾ. ഓക്കെ. നമസ്കാരം. ഞാൻ ഡോക്ടർ നമ്മൾ അങ്ങോട്ടേക്ക് ഇരിക്കാം. കാണാടാ. നന്നായിരിക്കും പ്രോഗ്രാംസ്. താങ്ക് യു. ശരി അങ്കിൾ. ഓക്കെ മോളെ. ഓക്കെ അങ്കിൾ. ആ വായൊന്ന് പൊളിക്കൂ. എല്ലാരും കൈ അടിച്ചോട്ടെ. ഇതിന് മധുരമില്ലല്ലോ. മധുരം ഉണ്ടായത് ഞാൻ സിപ്പപ്പ് അല്ല വായിലോട്ട് വെച്ചു. തരവക്കം കണ്ടപ്പോ ഞാൻ വിചാരിച്ച സിപ്പപ്പ് ആയിരിക്കും. പിടിക്കൂ. പിന്നെ എന്റെ അസുഖങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. ചെയ്താൽ മതി. ഹലോ. ഞാൻ പരിശോധിച്ച് നോക്കിയിട്ട് താങ്കളുടെ അസുഖം ഞാൻ അങ്ങോട്ട് പറയും. ഓ, അങ്ങനെ കേട്ടോ? അല്ല, ഇങ്ങോട്ട് പറയണ്ട. ആയിക്കോട്ടെ. ഓക്കെ. താങ്കൾ മദ്യപിക്കാറുണ്ടോ? ഉണ്ട്. ഇപ്പൊ വേണ്ട, എനിക്ക് അവിടെ ഒരു വണ്ടി ഓടിക്കണം. ഇവിടെ വെച്ച് കൂട്ടുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെ താങ്കൾ മദ്യപിക്കാറുണ്ടോന്ന്? ഉണ്ട്. വൈകിട്ട് 2 എണ്ണം അടിക്കും. 2 എണ്ണം?
അത് കുഴപ്പമില്ല. സാധാരണ രണ്ടെണ്ണം അല്ല അടിക്കുന്നത് അത് ഒരു പ്രശ്നവുമില്ല. രണ്ട് ബോട്ടിലാണ്. കാലാ നിന്റെ കരൾ നശിച്ചു പോകും, മനസ്സിലായോ? ഓ. നാക്കൊന്ന് ഇട്ടിക്ക്, ഞാൻ ടോർച്ച് ഒന്ന് അടിച്ചു നോക്കട്ടെ. ഈ ടോർച്ച് അടിക്കുന്നതിനാ ആദ്യം ഡോക്ടർ പോയി കണ്ണൊന്നും കാണിക്ക്. എന്ത് കാഴ്ചക്കുറവുണ്ടല്ലേ ടോർച്ച് അടിക്കേണ്ടി വരുന്നത്? ഷോ, കാഴ്ചക്കുറവുകൊണ്ടല്ല, പിന്നെ ഞാൻ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. തനിക്ക് മരുന്ന് കുഴിച്ചു തരണ്ടേ, ഓ. അതിനു വേണ്ടിയാണ് ഈ ആയിക്കോട്ടെ, നാക്ക് നീട്ടാൻ ആയിക്കോട്ടെ. പറഞ്ഞത്. നാക്ക് നീട്ടു, ശ്വാസം വലിച്ചു വിടും, കൈകൾ രണ്ടും ഒന്ന് ഉയർത്തി പിടിച്ച്. ഓക്കെ, ഞാൻ നോക്കിയിട്ട് കുഴപ്പമൊന്നും കാണുന്നില്ല. ഡോക്ടർ പറഞ്ഞോണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്ത്. എന്താ പറഞ്ഞു? എന്നോട് പറഞ്ഞത് നാക്ക് നീട്ടാനും കണ്ണ് തള്ളി കൈ ഉയർത്താനും. എന്നും പറഞ്ഞു ഇങ്ങനെ പേടിപ്പിക്കാനാണോ ഞാൻ പറഞ്ഞത്? പേടിക്കുന്നു ഞാൻ അറിഞ്ഞു. തന്റെ അസുഖം എന്താന്ന് താൻ പറയണം, അല്ലാതെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇല്ല. ഇത്രയൊക്കെ ചെയ്തിട്ട് ആ. അന്ന് ഞാൻ അങ്ങോട്ട് പറയാം. പറഞ്ഞു. മറ്റൊന്നുമല്ല ഡോക്ടർ, എന്ത്? എന്റെ പേര് ഗജേന്ദ്ര മണ്ണാടിയാണ്. ഓ, എനിക്ക് 45 വയസ്സായി. അതെന്റെ കുഴപ്പമാണോ? അതല്ല, 45 വയസ്സുണ്ട് എന്ന് ഉണ്ട്, പറയാം. ആ, ഉണ്ട്. Okay. ഞാനൊരു IPS കാരനാണ്. ഓ, ഗ്രേറ്റ്. 5 ശമ്പളമുണ്ട് എനിക്ക്. പൊങ്ങച്ചം പറയാതെ കാര്യം പറയടാ നീ. അല്ല, അത് പറഞ്ഞു വരില്ല, എല്ലാം പറയണ്ടേ. പറഞ്ഞോളൂ. അതായത് എന്റെ അസുഖം മറ്റൊന്നുമല്ല. എന്താണ്? രാത്രിയാകുമ്പോൾ എന്റെ വൈഫ് എന്റെ അടുത്ത് വന്നിരിക്കും. പിന്നെ തന്റെ വൈഫ് തന്റെ അടുക്കല്ലാതെ അയലക്കാരന്റെ അടുക്ക പോയിരിക്കണോ? അതല്ല, എന്നാ വർത്താനമായി പറയുന്നത്? അല്ല, മുഴുവനായിട്ട് പറയട്ടെ. വൈഫ് എന്റെ അടുത്ത് വന്നിരിക്കും. വന്നിരുന്നിട്ട് പതുക്കെ അവൾ എന്റെ തോളിൽ ഇങ്ങനെ കൈവെക്കും. അങ്ങനെ തോളിൽ കൈവെക്കും. എന്നിട്ട് ഇങ്ങനെ ചേർന്നിരിക്കും. ചേർന്നിരുന്നിട്ട് കൈ എടുത്ത് ഇങ്ങനെ വെക്കും. എന്നിട്ട് മൃദുവായി ഇങ്ങനെ തലോടി. വിശദമായിട്ട് പറഞ്ഞു. ഞാൻ പറയാം. മൃദുവായി ഇങ്ങനെ തലോടിയിട്ട് അവൾ എന്നോട് പറയും, എന്തുവാ പറയുന്നത്? ഇന്നും കട്ടിലിൽ കിടന്ന് മുള്ളാനാണ് ഭാവമെങ്കിൽ ഈ പുതപ്പെടുത്ത് നിനക്ക് സ്നഗിയായിട്ട് കെട്ടി തരുമെന്ന്. കുഴപ്പമുണ്ടോ അത്? അല്ല, കുഴപ്പമൊന്നുമില്ല. ഗജേന്ദ്ര മന്നാടിയാർ, അതെ, 45 വയസ്സ്, ഓൾ റൈറ്റ്, IPS ഉദ്യോഗസ്ഥൻ. അതെ, തീർച്ചയായും. 5 അക്ക ശമ്പളം ഉണ്ട്, തീർച്ചയായും. Yes. ഇപ്പോഴും കട്ടിലെ കിടന്ന് മൂത്രമൊഴിക്കലാ പരിപാടി. അത് ആരോട് പറയരുത്. ഇല്ലടാ, ആരോട് പറയരുത്. ആ കൊച്ചറിഞ്ഞാൽ ഇല്ലില്ല, ഞാൻ പറയും, ഞാനിതെല്ലാവരോടും പറയും. ഇല്ല, ആരോട് പറയരുത്. ഈ സ്ത്രീകൾ അറിയരുത്. താൻ നാണം അയ്യോ, ഉറക്കെ പറയാതെ. സ്ത്രീകൾ അറിഞ്ഞാൽ എന്താ കുഴപ്പം? എനിക്ക് നാണക്കേട്. നീ നാണം കെട്ടണം, നീ നാണം ഞാൻ കെട്ടണം. IPS കാരനല്ലേ? ഒരു മിനിറ്റ്, ഞാൻ എന്റെ വൈഫിനെ അയ്യോ, വൈഫിനോട് പറയരുത്. വൈഫിനോട് വിളിച്ചു പറയരുത്, please. അവൾ ഇതറിയണം. അയ്യോ, എന്റെ എല്ലാം പോയി. പറയരുത്. ഹലോ, എടി, നീ ഇത് കേട്ടോടി. നീ ഇത് കേട്ടോ, പറയാതെ. തലതല്ലി ചാകും. എനിക്ക് നീയല്ലേ എന്നെ എപ്പോഴും കുറ്റപ്പെടുത്താറുള്ളത്? താങ്കൾ മാത്രമേ കട്ടിലേ കിടന്ന് മുള്ളാറുള്ളൂ എന്ന്. ഒരു IPS കാരൻ മഹാൻ. അതെ, ഇത് വേറെ ആരോടും പറയണ്ട കേട്ടോ. നീ പോടാ കിടന്ന് മുള്ളി. ഇതിപ്പോ ഞാൻ കിടന്നേ ഉള്ളൂ. ഇതിപ്പോ നിന്നും സാധിക്കുന്നു. വന്നപ്പോഴേ സ്മെല്ല്. അയ്യോ, എന്തൊരു നാശം. പറയല്ലേ അനിയ പറയല്ലേ. ഞാൻ അങ്കിൾ, അയ്യാളെ മാരുടെ മൂത്രം നടന്നു. അങ്കിൾ, അങ്കിൾ. അപ്പൊ ഇനി വരാൻ പോകുന്ന ആക്ട് കലേഷേട്ടാ പറഞ്ഞു കൊടുക്ക്. ഞാൻ അതങ്ങനെ പറയുന്നത് ശരിയല്ല. ഞാൻ അദ്ദേഹത്തെയും കൂടെ വിളിച്ചു വരുത്തി ഇവിടെ നിർത്തിയിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ സ്വാഗതം ചെയ്യുന്നു രാജേഷ് മാർത്താണ്ഡം. രാജേഷ് മാർത്താണ്ഡത്തിന്റെ ഇനി നടക്കാൻ പോകുന്ന ആക്ട് വളരെ സാഹസികമായ ഒരു ആക്ടാണ്. ഇത് ആദ്യമേ തന്നെ ദയവായിട്ട് കുട്ടികളെന്നല്ല മുതിർന്നവരാണെങ്കിൽ പോലും ഇത് അത്രയും സേഫ്റ്റി ഇല്ലാതെ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കരുത്. അതെ, അതെന്താന്ന് വെച്ചാൽ വായു ഇല്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. ഓക്സിജൻ കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു. രാജേഷ് എത്രയെങ്കിലും നാളത്തെ അധ്വാനം കൊണ്ട് ഇത് നേടിയെടുത്തൊരു കഴിവാണിത്. എന്താണ് ശരിക്കും ആക്ട് എന്താണ്? ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ബോക്സിൻ്റെ അകത്ത് എൻ്റെ ശരീരത്തിനെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് 5 മിനിറ്റ് നേരം ശ്വാസം പിടിച്ചുകൊണ്ട് കിടക്കാൻ പോകുന്നു. 5 മിനിറ്റ് നേരം അതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു ഗ്ലാസിന്റെ ടാങ്ക് ആണ് ഇവിടെ ഉള്ളത്. ഈ ഗ്ലാസിന്റെ ടാങ്ക് എന്ന് പറയുന്നത് 27 ഇഞ്ച് നീളം, 14 ഇഞ്ച് വീതി, 15 ഇഞ്ച് ഹൈറ്റ്. ഈ ഗ്ലാസ്സിനെ മൂടാൻ പാകത്തിന് അവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ് എടുത്ത് ഇത് മൂടും. അത് രാജേഷ് ഇതിനുള്ളിലേക്ക് കിടന്നതിന് ശേഷം എത്ര വർഷമായിട്ട് ഇത് ചെയ്യും? ഇത് ഒരു കൊല്ലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യമേ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ രാജേഷിൻ്റെ ആക്ട് കാണാൻ പോവാണ്. പക്ഷേ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്
ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കണം. എങ്ങനെ കാണിക്കും? ഇതിനുള്ളിൽ കിടന്നുകൊണ്ട് ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കും. അല്ല, അകത്ത് പോയാൽ ഇങ്ങനെ കൈയൊന്നും നോക്കാൻ പറ്റത്തില്ല. ആ. സേഫ്റ്റി ഇല്ലെങ്കിൽ ഈ ഗ്ലാസിന്റെ സൈഡിൽ തട്ടും. അതാണ്. അപ്പോൾ ഇപ്പോഴും സേഫ്റ്റിയാണ് ഫസ്റ്റ്. എന്തെങ്കിലും പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ ഗ്ലാസിന്റെ സൈഡിലേക്ക് തട്ടണം കേട്ടോ. അല്ലെങ്കിൽ കണ്ണുകൊണ്ടെങ്കിലും എന്തെങ്കിലും ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തുറക്കും. ശരി. കാരണം ജീവിതം കൊണ്ടുള്ള കളിയാണ്. അല്ല, ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടൊന്നും ചെയ്യത്തില്ല. ഓക്കെ, റെഡി? റെഡി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് പേടിയായിട്ട് വയ്യ. ചേട്ടൻ ചെയ്, എന്തായാലും ഓൾ ദി ബെസ്റ്റ്, കറക്റ്റ് ആയിട്ട് വരട്ടെ. സ്റ്റാർട്ട്. രാജേഷിന് നമ്മൾ പറയുന്നത് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? വൺ മിനിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. രണ്ട് മിനിറ്റ് ആയിരിക്കുകയാണ്. 2 minutes കംപ്ലീറ്റ് ചെയ്തു. പറയുന്നുണ്ട്, അതിനുള്ളിൽ നിന്ന് ഓക്കെ പറയുന്നുണ്ട്, ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഇവിടെ അമ്മമാര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് രാജേഷിന് വേണ്ടിയിട്ട്. 3 മിനിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 3 minutes. ഇനി 2 മിനിറ്റുകൾ കൂടി മാത്രം. കൈ കുഴപ്പമില്ല. എത്ര മിനിറ്റായി? 3 മിനിറ്റും 30 seconds. 3.5 മിനിറ്റായി. ഇനി 1.5 മിനിറ്റുകൾ കൂടി മാത്രം. മിനിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് 60 സെക്കൻഡ്സും കൂടി ഉള്ളൂ. ഓക്കെ, നാലര മിനിറ്റിനോട് അടുക്കുന്നു. 4.5 മിനിറ്റ് കംപ്ലീറ്റ് ആയി. ഇനി വെറും 30 സെക്കൻഡുകൾ കൂടി മാത്രം. ഇനി ലാസ്റ്റ് 10 സെക്കൻഡ്സും കൂടെ കഴിഞ്ഞ 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 5 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സക്സസ്ഫുൾ ആയിട്ട്. ചേട്ടനാണ് ഇവിടെ ഇത്രയും വലിയൊരു സാഹസികത കാണിച്ചെങ്കിലും ഇത് കണ്ടു നിന്ന് നമ്മൾ വേർക്കുമായിരുന്നു അക്ഷരാർത്ഥത്തിൽ. എന്താ കലേഷ് ചേട്ടാ ഇതിന് പറയാ? 5 മിനിറ്റ് ആവാനായിട്ട് ഓരോ സെക്കൻഡ്സും ഞാനിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഈ ബ്രീത്ത് വന്നിട്ട് ഫുള്ള് ഒരു കവർ എന്താ പറയുക, നമ്മുടെ മങ്ങൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഗ്ലാസ്സിന് അതിൻ്റെ ഉള്ളിൽ. 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു എയർ എന്താണെങ്കിലും ഇതിൻ്റെ അകത്തില്ല. എങ്ങനെയാണിത്? ഇത് അത്രയും പ്രാക്ടീസ് ചെയ്ത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അതിനെക്കാട്ടിലും ഇങ്ങനെ ചെയ്യുന്നതിന് ചാൻസ് കിട്ടിയതാണ് വളരെ ഭാഗ്യം. നമ്മൾ എല്ലാവർക്കും എത്രയോ ടാലൻ്റൊക്കെ ഉണ്ടാവും, അതിനെ കാണിക്കാൻ ഒരു സ്റ്റേജ് കിട്ടണം. അത് എനിക്ക് കിട്ടി, അതിന് സന്തോഷം.
നമ്മുടെ ഓഡിയൻസിലുള്ള ഒരുപാട് ചേച്ചിമാര് ഈ ഒരു ആക്ട് കണ്ടിട്ട് ഇങ്ങനെ മുഖത്തൊക്കെ കൈവച്ച് ആകെ ടെൻഷൻ രാജേഷിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അക്ഷരാർത്ഥത്തിൽ തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടമ്മമാര്. ആ അമ്മമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു നോക്കാം. അമ്മ മൈക്കൊന്ന് കൊടുക്കും. ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഒരു ഭയം തോന്നി, പിന്നെ പിടിച്ചു നിൽക്കാൻ ഒരു ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു. നമുക്ക് കാണാനും ഒരു ബലം വേണം, ചെയ്യുന്നവർക്കും ഒരു ഇത് വേണം. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ കൊച്ചിന് ബലം കൊടുക്കണേ, കൊച്ചിന് ബലം കൊടുക്കണേ ദൈവമേ പ്രാർത്ഥിച്ചു. ഓക്കെ, അപ്പോൾ രാജേഷ് താങ്ക് യു വെരി മച്ച്. ഇനിയും വരിക. ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഇത്രയും അപകടം ഇല്ലാത്ത സാഹസങ്ങളൊക്കെ കാണിക്കുക, അപകടമുള്ള സാഹസങ്ങളൊക്കെ ഒഴിവാക്കുക. ഇത്രയ്ക്ക് ത്രില്ലായിട്ട് കാണിക്കുന്ന സമയത്തിലാണ് നമ്മുടെ മൈൻഡ് വന്ന് സ്റ്റഡി ആയിട്ടിരിക്കുന്നത്. ശരി, അതാണ് നമ്മൾ എത്രയ്ക്ക് റിസ്ക് ആയിട്ടുള്ള ഇത് കാണിക്കുന്നു അത്രയ്ക്ക് നമ്മുടെ മൈൻഡ് സ്റ്റഡി ആയിട്ടിരിക്കും. ഞങ്ങളുടെ മൈൻഡ് സ്റ്റഡി ആവുന്നില്ല ചേട്ടാ, അതാണ് പ്രശ്നം. ഞങ്ങളുടെ മൈൻഡ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ചേട്ടൻ പറയുന്ന ഇനിയും ഇതുപോലെ മൈൻഡ് സ്റ്റഡി ആവാൻ വേണ്ടി ഇതിലും വലിയ സാഹസിക പ്രകടനങ്ങളായിട്ട് വരുന്നതാണ്. നമുക്ക് എന്തായാലും കാത്തിരിക്കാം അല്ലേ കലേഷ് ചേട്ടാ? ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്.